പാർട്ടിയെ പറയിപ്പിക്കാൻ വേണ്ടി മാത്രം നേതൃത്വത്തിലിരിക്കുന്ന ഒരു കൂട്ടം കോൺഗ്രസ് നേതാക്കളുടെ ജില്ലയായി തൃശ്ശൂർ മാറുകയാണ്. എത്രയോ കാലമായി ഇവർ സ്വയം പ്രതിരോധത്തിലായി നിൽക്കുന്നു. ആ ജില്ലയിലെ നേതാക്കൾക്ക് ഒരു വകതിരിവില്ലാത്ത തരത്തിൽ കോൺഗ്രസിനെ അവർ ശത്രുക്കളായി കാണുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പോൾ പാർട്ടി തന്നെ ഇല്ലാത്തൊരവസ്ഥയാണ് ജില്ലയിൽ. അത് പരിഹരിക്കാനാണെങ്കിൽ KPCC നേതൃത്വത്തിന് കഴിയുന്നുമില്ല. ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഒരു വൻ തിരിച്ചടി രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടുന്ന സമയത്ത് തൃശ്ശൂരിൽ ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ തോൽവിയെ തുടർന്ന് DCC അധ്യക്ഷനും UDF ചെയർമാനും ഒഴിഞ്ഞതിന് ശേഷമുള്ള ഒരു അനിശ്ചിതത്വം അത് തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസിൽ കടുത്ത പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2024 ജൂൺ ആദ്യവാരത്തിലാണ് DCC പ്രസിഡന്റ് തൃശ്ശൂർ ജില്ലയിൽ ഇല്ലാതായത്. അന്നു മുതൽ സ്ഥിരം പ്രസിഡന്റിനെ കണ്ടെത്താനുള്ള ഒരു നടപടി പൂർത്തിയായപ്പോഴാണ് ഒരു വ്യാജ വാർത്താ വിവാദം അവിടെ പൊട്ടിപ്പുറപ്പെട്ടത്. ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ എത്തിച്ചു. തൃശ്ശൂരിലെ തോൽവി സംബന്ധിച്ച് കോൺഗ്രസ് നടത്തിയ ഒരു അന്വേഷണ റിപ്പോർട്ടിന്റെ വ്യാജരേഖകളാണ് വാർത്തയായി വലിയ രീതിയിൽ പുറത്തു വന്നത്. ജില്ലയിലെ മുതിർന്ന നേതാവ് മാധ്യമങ്ങൾക്ക് നൽകിയെന്നാണ് അതിന് പിന്നിലുള്ള സംസാരം. പുറത്തു വന്ന രേഖകൾ വ്യാജമാണെന്ന് കാണിച്ച് പരാതികളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയർന്നു വന്നു. ചുമരെഴുത്തുകളും പ്രതിഷേധ പ്രകടനങ്ങളും ഒക്കെ ഉണ്ടായി. സ്ഥാനമൊഴിഞ്ഞ DCC അധ്യക്ഷൻ ജോസ് വള്ളൂർ ദേശീയ നേതൃത്വത്തിന് പരാതിയും നൽകി. വ്യാജരേഖകൾ മാധ്യമങ്ങൾക്ക് കിട്ടിയത് സംബന്ധിച്ച് അന്വേഷിക്കണമെന്നും നടപടി വേണമെന്നും കാണിച്ച് മുൻ MLA അനിൽ അക്കര പോലീസിലും പരാതി നൽകി. ആരോപണ വിധേയനായ നേതാവാകട്ടെ മൗനം പാലിച്ച് നിൽക്കുകയാണ്. അന്വേഷണ റിപ്പോർട്ടിൽ ജോസ് വള്ളൂരിന്റെ പേരില്ല എന്ന് KPCC അധ്യക്ഷൻ പറഞ്ഞതോടെ വ്യാജരേഖ ചർച്ചാ വിഷയമായി. ഈ പറയുന്നവരൊക്കെയാണ് ഇവിടുത്തെ നേതാക്കൾ. TM പ്രതാപൻ, ജോസ് വള്ളൂർ, അനിൽ അക്കരെ, വിൻസെന്റ് തുടങ്ങിയവരൊക്കെയാണ് തൃശ്ശൂർ ജില്ലയെ ഇപ്പോൾ നയിക്കുന്ന നേതാക്കൾ. എല്ലാവരും തന്നെ പ്രതിക്കൂട്ടിലാണ്. ഇതോടെ ജില്ലയിൽ ചേരിതിരിഞ്ഞ ആരോപണവും പ്രത്യാരോപണങ്ങളും ഒക്കെ വ്യാപകമാവുകയും ചെയ്തു. ഗ്രൂപ്പുകളെയും നേതാക്കളെയും ന്യായീകരിച്ചും വിമർശിച്ചും സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതുവിടങ്ങളിലും ഒക്കെ എഴുത്തുകൾ വരെ ശക്തമായി. DCCയുടെ ചുമതല അതുകൊണ്ട് തന്നെ പാലക്കാട് MP VK ശ്രീകണ്ഠന് നൽകി. എങ്കിലും നേതാക്കൾക്കിടയിലെ ഈ ഗ്രൂപ്പിസം ശക്തമായി തന്നെ തുടർന്നുകൊണ്ടേയിരുന്നു. ആ പ്രശ്നം പരിഹരിക്കുന്നതിനും അപ്പുറത്തായി മാറി. പ്രശ്നപരിഹാരത്തിനും സമവായത്തിനും VK ശ്രീകണ്ഠൻ MPക്കും സംസ്ഥാന നേതാക്കൾക്കും ഒക്കെ ശ്രമിച്ചെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. അതിനുശേഷമാണ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപിച്ച ഉടൻ DCC പ്രസിഡന്റിന്റെ ചുമതല ഒഴിയുകയാണെന്ന് VK ശ്രീകണ്ഠൻ അറിയിച്ചുവെങ്കിലും പാർട്ടി അതിന് അംഗീകാരം നൽകിയില്ല. MPയുടെ ഉത്തരവാദിത്തങ്ങളുള്ള ശ്രീകണ്ഠനാകട്ടെ തൃശ്ശൂരിലെ പാർട്ടിയുടെ കാര്യത്തിൽ കാര്യമായ ശ്രദ്ധ ചെലുത്തിയില്ല. അതേ ദിവസം തന്നെ പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു. തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഒരു മാസത്തേക്ക് മാറി നിൽക്കാനാണ് രാജിവെച്ചവരോട് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടത്. 8 മാസമായിട്ടും പകരം ആരെയും ഇതുവരെ നിയമിച്ചില്ല. തൃശ്ശൂരിലെ തോൽവി നേരിട്ട K മുരളീധരനാകട്ടെ ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ ആ സീറ്റ് തിരികെ പിടിക്കണമെന്നും അതിനായി മുൻ MP TN പ്രതാപനെ തന്നെ മത്സരിപ്പിക്കണമെന്നുമാണ് ആവശ്യപ്പെടുന്നത്. ഈ വാക്കിന്റെ ഉള്ളിലൊരു ധ്വനിയുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. TM പ്രതാപൻ എന്നെ അവിടെ നിന്നാൽ എന്ത് സംഭവിക്കുമെന്ന് കാണട്ടെ എന്നുകൂടിയാണ് മുരളീധരൻ പറയാതെ പറയുന്നത്. സത്യത്തിൽ പാർട്ടിയെ തോൽപ്പിക്കാൻ നടക്കുന്ന യഥാർത്ഥ വ്യാജന്മാരെ കണ്ടെത്തിയില്ല എങ്കിൽ തൃശ്ശൂരിൽ കോൺഗ്രസ് ദുഃഖിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്.